ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ സ്പെഷ്യലായിട്ടോ. അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഗ്ലോ അപ്പ്. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും അറിഞ്ഞാൽ ആഗ്രഹിക്കുന്നതും എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയർ, നമ്മുടെ ബോഡി. ഇപ്പോൾ സ്കിന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നല്ല ഗ്ലോ ആയിട്ട് വയ്ക്കാം, ബോഡി ആണെങ്കിൽ എപ്പോഴും നല്ല ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെലിഞ്ഞിരിക്കുന്ന ഷേപ്പല്ല, നല്ല തടിച്ചിരിക്കുന്നത് ഷേപ്പ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് നമ്മുടെ ബോഡി കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നമുക്ക് എങ്ങനെ നല്ല നീളമുള്ള മുടി നല്ല ഭംഗിയെന്നല്ല, നല്ല നീളമില്ലാത്ത കുഞ്ഞ മുടി ഭംഗിയെന്നല്ല, അതിൻ്റെ ഇടയിൽ നല്ല ഹെൽത്തി ആയിട്ട് എന്നൊക്കെ പറയില്ല, എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല, അങ്ങനെ പറയില്ല. അത് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവും, ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളൊക്കെ അതിന് പിന്നാലെ പോകണം. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ട് കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ എല്ലാം പറയണില്ല, ഇത് നമ്മുടെ സ്കിന്നും ബോഡിയും ഹെയറാണ് നമ്മൾ പറയണത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്കിന്നിനെ കുറിച്ച് മാത്രമാണ് പറയണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണാൻ, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ ഈ സ്കിന്നാണ്. സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഇപ്പോൾ ഏത് ഏജിലുള്ളവരാണെങ്കിലും നമുക്ക് നല്ല സ്കിന്നാക്കി വെക്കുന്നതാണ്. നല്ല സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഗ്ലോ ആയി നല്ല വെളുത്ത സ്കിൻ ഒരിക്കലും നല്ല സ്കിന്നാവണമെന്നില്ല. നമുക്ക് ഹെൽത്തി സ്കിൻ എന്ന് പറയില്ലേ, അങ്ങനെ നല്ല നമ്മൾ ഒന്ന് ആലോചിക്കണം, നമ്മുടെ സ്കിൻ ഒരിക്കലും അതിനിപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും, എന്തൊക്കെ ഫേസ് പാക്ക് ഇട്ടാലും, എന്തൊക്കെ ഇതാക്കിയാലും കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോലെ ഒന്നും നമ്മുടെ ആവില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട്, ആരുടെയെങ്കിലും ഒരാളുടെ സ്കിന്ന് പോലും കൊറിയക്കാരുടെ സ്കിന്നായിട്ട് അതേ ഒരു ഇതിൽ വരുന്ന ഒരു സ്കിന്ന് പോലും. കാരണം അത് ഓരോരോ നമ്മളിപ്പോൾ ജനിച്ചു വളർന്ന സാഹചര്യം, അവരുടെ അവരുടെ സ്ഥലത്തുള്ള സാഹചര്യമൊക്കെ അനുസരിച്ചിട്ടാണ് അവരുടെ സ്കിൻ അങ്ങനെ. നമ്മുടെ ഇന്ത്യൻ ടൂൺ എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ഫേസ് പാക്ക് യൂസ് ചെയ്താലും ഒരിക്കലും നമുക്കങ്ങനെ കൊറിയൻ സ്കിന്ന് പോലെ നല്ല അത്രയും ഇതിലൊന്നും വരില്ല. നമുക്ക് വേറെയാണ്, നമ്മുടെ ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് പേരുണ്ട്, അതുപോലെയൊക്കെ നമുക്ക് സ്കിന്നാക്കാൻ പറ്റും. നമ്മുടെ ടോൺ അനുസരിച്ചിട്ട്, നമ്മുടെ ഇന്ത്യൻ ടോണൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ഒക്കെ ആക്കാനും ബെറ്റർ ആക്കി വയ്ക്കാനൊക്കെ കഴിയും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്നാണ് നമ്മൾ സ്കിൻ ശ്രദ്ധിക്കണേന്. ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ഇട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മേക്കപ്പോ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്തുകൊണ്ടോ ഒന്നും നമ്മുടെ സ്കിൻ ഒരിക്കലും നല്ല ബ്രൈറ്റായിട്ടോ നല്ലതായിട്ടോ നല്ല ഗ്ലോ ആയിട്ടൊന്നും ഒരിക്കലും ഇരിക്കാൻ പോകണില്ല. അല്ലെങ്കിൽ വീക്കിലി 2 times ഒന്നും ഇട്ടുകൊണ്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. ഇതൊരു റൊട്ടീനാണ്. നമ്മൾ ഡെയിലി റൊട്ടീൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും നല്ല ഹെൽത്തി ആൻഡ് വെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം തേച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടൊന്നും വരില്ല. നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഫുള്ള് പോവുക, ഡാർക്ക് മാർക്ക്, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക്നെസ് അതൊക്കെ പോവുക, പിന്നെ മൂക്കിലുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ പോവുക. അതൊക്കെ വെറുതെയാണ്. നമ്മൾ 1, 2, 3 ദിവസം യൂസ് ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ഒരിക്കലും ഇരിക്കില്ല. നമുക്കത് ഒരു ചെറിയൊരു ഫേസ് പാക്ക്, ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള തക്കാളി, ഉരുളക്കിഴങ്ങോ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ പോലും അതൊന്നും നമ്മുടെ മുഖത്ത് എഫക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ മാക്സിമം ഒരു 3 വീക്സ് എടുക്കും. ഇതെനിക്ക് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാനിപ്പോൾ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നൊക്കെ പറയില്ല, അങ്ങനെ കുറേ സെർച്ച് ചെയ്തതിന് ശേഷം എനിക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഞാൻ ചെറിയൊരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നിറച്ച് കുരുക്കളുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ കൊടുക്കട്ടെ. നിറയെ കുരുക്കളുണ്ടായിരുന്നു കേട്ടോ. അത് ചിലപ്പോൾ ടീനേജിൻ്റെ ആയിരിക്കും, പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഒക്കെ ആയിരിക്കും. നിറയെ കുരുക്കളുണ്ടായിരുന്നു. ഞാൻ ഒരുവിധം എല്ലാതും ആരും എന്തൊക്കെ പറഞ്ഞാലും ഞാനത് യൂസ് ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യില്ല. ചിലപ്പോൾ 1-2 പ്രാവശ്യം യൂസ് ചെയ്യും, അതൊക്കെ ഞാൻ നിർത്തും. അങ്ങനെയായിരുന്നു കേട്ടോ. അത് കേട്ട് അടുത്ത ആൾ വേറെ പറയുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യും. അങ്ങനെയായിരുന്നു. എനിക്ക് നിറയെ അത്രയ്ക്കും കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിലൊക്കെ എനിക്ക് മുഖത്ത് അത്രയ്ക്കും ഇങ്ങനെ ചോരയൊക്കെ പിടിച്ചു എന്ന് പറയില്ല, അത്രയ്ക്കും കുരുക്കളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിന് മുന്നേ എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണത്തിനൊരു 6 month ആ ടൈമിലാണ് എനിക്ക് കുരുക്കൾ നന്നായിട്ട് വന്നത്. അതിന് മുന്നേക്ക് കുരുക്കളുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ ടൈമിൽ നന്നായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. തന്നെ പ്രഗ്നൻസി ടൈമിൽ പോയി, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫേസൊക്കെ ഞാൻ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിലേക്ക് നീണ്ടു പോകണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡെയിലി റൊട്ടീൻ അനുസരിച്ചിട്ട് നമ്മൾ ഫോളോ അപ്പ് എത്രത്തോളം നമ്മൾ
നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇങ്ങനെ കൊണ്ടുപോകണം. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് നമ്മുടെ മുഖം നന്നായി വാഷ് ചെയ്യണം. ചിലവരല്ല കുറച്ചും കൂടെ നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസ് വയ്ക്കില്ല, ഐസ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ഐസ് ആയതിൻ്റെ ശേഷം രാത്രി കിടക്കുന്നതിനാലും മുന്നേ വയ്ക്കുക. നല്ല ഐസ് ആയതിൻ്റെ ശേഷം രാവിലെ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ഐസിലേക്ക് മുഖമൊക്കെ ഇങ്ങനെ നല്ലൊരു മെത്തേഡാണ്. അതൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഫേസിന് പിന്നെ നല്ല എനർജി ഒക്കെ കിട്ടും. അങ്ങനെ ചെയ്ത ദിവസം നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും. അപ്പോൾ അത് ചെയ്യുക. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ആൽക്കഹോൾ കണ്ടന്റുള്ള അതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകുക. പിന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അരമണിക്കൂർ ഇടവിട്ടിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ചിലപ്പോൾ അര ഗ്ലാസ്, ഞാനൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ 1/4 ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി തൂത്ത് കളയും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കുടിക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അരമണിക്കൂർ ഇടവിട്ടിട്ട് നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതൊരു ഡെയിലി ഒരു 2-3 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വെയിലത്തൊക്കെ പോകുകയാണെങ്കിൽ സൺസ്ക്രീം മസ്റ്റായിട്ടും നമ്മൾ നന്നായിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മാത്രം പുറത്തു പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് രാത്രി കിടക്കണേക്കാട്ടിലും മുന്നേ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് നമ്മൾ കണ്ണെഴുതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കഴുകി കളയുക. പിന്നെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ഫേഷ്യൽ കിറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ മഞ്ഞൾപ്പൊടി, തേന്, തൈര്, ഉരുളൻകിഴങ്ങിൻ്റെ നീര്, തക്കാളി നീര്, കടലമാവ് അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള പുറത്തുനിന്നുള്ള കുറേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാത്ത, മനസ്സിലായിണ്ടാവില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാത്ത നാച്ചുറൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു കൺസിസ്റ്റൻസി വേണം. അതായത് അങ്ങനെ തോന്നിയ പോലെ അങ്ങനെ അപ്ലൈ ചെയ്യാതെ അതൊരു റൊട്ടീനായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് നമുക്ക് നല്ല ഗ്ലോ ആയിട്ട് ബെറ്റർ ആക്കിയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം നമ്മുടെ ഫേസിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ കഴിയും. പിന്നെ ഇനി അടുത്ത വീഡിയോ ഹെയർ ആൻഡ് ബോഡി ഞാൻ വേറെ വീഡിയോ ഇട്ട് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത്ത് കൊണ്ടാന്ന് വെച്ചിട്ടാണ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ച്.